2 ദിവസം മുമ്പ് എന്റെ ഒ പിയിൽ ഒരു പേഷ്യന്റ് വന്നു, ഒരു മധ്യവയസ്ക. അൾട്രാസൗണ്ട് എടുത്തതിൽ ഫൈബ്രോയിഡ് കണ്ടു. പിന്നെ അതിനുശേഷം ഉറങ്ങാൻ പറ്റിയിട്ടില്ല, ഭയങ്കര ടെൻഷൻ. അപ്പൊ നോക്കുമ്പോ ഒരു ചെറിയ ഫൈബ്രോയിഡ് ആണ്, 1 സെന്റിമീറ്റർ പോലും ഇല്ലാത്തൊരു ഫൈബ്രോയിഡ്, അതും യൂട്രസിന് പുറത്ത്. സത്യം പറഞ്ഞാൽ ആ ഒരു ഫൈബ്രോയിഡിന് നമുക്ക് ചികിത്സയെ ആവശ്യമില്ല. അപ്പൊ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പൊസിഷനും അതിന്റെ സൈസുമാണ് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ ഫൈബ്രോയിഡ് യൂട്രസിന് പുറത്തായിരിക്കും. അങ്ങനെയുള്ള ഫൈബ്രോയിഡ്സ് മിക്കവാറും ഹാംലെസ് ആയിരിക്കും, അതിന് ചിലപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ആവശ്യം വരില്ല. പിന്നെ യൂട്രസിന്റെ മസിലിന്റെ ഉള്ളിലുള്ള ഫൈബ്രോയിഡ്, പിന്നെ ഫൈബ്രോയിഡ്സ് ചിലപ്പോൾ യൂട്രൈൻ ക്യാവിറ്റിയിലേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലുള്ളത്, അങ്ങനത്തെയൊക്കെ ഫൈബ്രോയിഡ്സ് ആണ് അധികവും സിംറ്റംസ് ഉണ്ടാക്കുക. പീരിയഡ്സിന്റെ സമയത്ത് ഭയങ്കര വേദന, ബ്ലീഡിങ് ഒക്കെ ഉണ്ടാക്കാം. ചിലപ്പോഴൊക്കെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഫൈബ്രോയിഡ്സ് ഇൻഫെർട്ടിലിറ്റിയും ഉണ്ടാക്കാം. ഇങ്ങനെ ആവുമ്പോഴാണ് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്, ഏതർ മെഡിക്കൽ ഓർ സർജിക്കൽ. പിന്നെ യൂട്രസിന് പുറമേയുള്ള ഫൈബ്രോയിഡ് ആണെങ്കിൽ തന്നെ ഒരുപാട് സൈസ് ഉള്ളതാണെങ്കിൽ ചിലപ്പോൾ മൂത്ര തടസ്സമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനും ചിലപ്പോൾ സർജറി ഒക്കെ ചെയ്യേണ്ടി വരും.